അടുത്തതായി സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ തേർഡ് പാർട്ട് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. അപ്പൊ എന്താ ചെയ്യാ, ആദ്യം നമ്മൾ ഇത് വ്യത്യസ്ത ഛേദമാണ്, ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ എൽസിയം കണ്ട് ഒരേ ഛേദത്തിലോട്ട് ഒരേ ഡിനോമിനേറ്ററിലോട്ട് മാറ്റുക. അപ്പൊ ഇവിടെ വേണ്ട 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. അതിന്റെ എൽസിയം എത്രയാ, 8. അതായത് 8 എന്ന് പറഞ്ഞാൽ എത്ര, 2ന്റെ ക്യൂബ്. അതിന് പകരം നമ്മളൊരു മെത്തേഡ് പറഞ്ഞു, ഇതിലെ ഏറ്റവും വലുതെടുക്കുക, 2ന്റെ ക്യൂബ്. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. അതിനെ 2 വെച്ച് ഹരിച്ചു നോക്കുക. ഹരിക്കാൻ പറ്റത്തില്ലേ? ഹരിക്കാൻ പറ്റും, 4 വരും. 2ന്റെ സ്ക്വയർ വെച്ച് ഹരിച്ചു നോക്കുക. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും അതിന്റെ എൽസിയം. ഓക്കെ, അപ്പൊ 2ന്റെ ക്യൂബാണ്, 2 ക്യൂബാണ് ഇതിന്റെ എൽസിയം. ഇനി ഈ 2 ക്യൂബിലോട്ട് ഇതെല്ലാം മാറ്റണം. എങ്ങനെയാ ഇത് മാറ്റുന്നത്? ഈ 2 വെച്ച് 2⁻³ ഹരിക്കണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2⁻² കിട്ടും. എങ്ങനെ നോക്ക്, 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 2 ക്യൂബ് എന്ന് പറഞ്ഞ ഇതല്ലേ, അതിനെ 2 വെച്ച് ഹരിക്കുമ്പോൾ ഈ 2ഉം ഈ 2ഉം പോകും. അപ്പൊ 2 എത്ര തവണയുണ്ട്? 2 സ്ക്വയർ. ഓക്കെ, 2ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ വെച്ച് ഹരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. a⁻m ഡിവൈഡ് ബൈ a⁻n. എങ്ങനെയാ? a⁻m മൈനസ് n. അതായത് ഈ 3നെ 2 വെച്ച് കുറച്ചാൽ മതി. അതായത് 2 പ്ലസ് 2⁻3നെ 2⁻3 വെച്ച് ഹരിക്കുമ്പോൾ 1. 2⁻2 എന്ന് പറയുന്നത് എത്രയാ? 4. ആ 4നോട് ഈ 2 കൂട്ടുമ്പോൾ 6. 6നോട് 1 കൂട്ടുമ്പോൾ 7 ഭാഗം 2⁻3 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാ? 8. അപ്പൊ നമുക്ക് ഭിന്നസംഖ്യ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഭിന്നസംഖ്യയുടെ ദശാംശ രൂപ അഥവാ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. 8 അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഘടകങ്ങളാക്കും. എന്നിട്ട് നോക്ക്, 2നെ 5 വെച്ച് ഗുണിക്കണം, ഇവിടെയും 5 വെച്ച് ഗുണിക്കണം, ഇവിടെയും 5. അപ്പൊ 3 5 വെച്ച് ഗുണിക്കണം. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 എത്രയാ? 5 ഗുണിക്കണം 5 25, 25 ഗുണിക്കണം 5 125. അപ്പൊ മുകളിലും താഴെയും 125 വെച്ച് ഗുണിക്കണം. ഭാഗം 8 ഗുണിക്കണം 125. 7 ഗുണിക്കണം 125 എന്ന് പറയുന്നത് എത്രയാ? 875. ഓക്കെ, 25 ഗുണിക്കണം 8 എന്ന് പറയുന്നത് എത്രയാ? 1000. അപ്പൊ നമുക്ക് എഴുതാം 0.875. ഇതാണ് ഇതിന്റെ ആൻസർ. പേജ് നമ്പർ 26 തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 2 ഡിജിറ്റ് നമ്പർ രണ്ടക്ക സംഖ്യ ഏത്? അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണല്ലോ. നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് താഴോട്ട് പോവാം. ഇത് ഒരു ദശാംശ സംഖ്യയാണ്, ഡെസിമൽ ഫോമാണ്. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ അറിയാമല്ലോ. എങ്ങനെയാ നോക്ക്, നമ്മൾ നേരത്തെ 35/10 എന്ന് വന്നപ്പോ എന്ത് ചെയ്തു? 35 അങ്ങനെ തന്നെ എഴുതി, താഴെ ഒരു 0 വലത് നിന്ന് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. ഇങ്ങനാണല്ലോ. അപ്പൊ നോക്ക്, ഇതിനെ തിരിച്ച് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ആക്കിയ ഈ 3ഉം 5ഉം ചേർത്ത് 35 അതേ കൂട്ട് എഴുതി. ഓക്കെ, വലതിൽ നിന്ന് എത്ര സംഖ്യ ഉണ്ട്? പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കണം. പോയിന്റ് ഇവിടെ, അത് കഴിഞ്ഞ് ഒരൊറ്റ സംഖ്യയല്ലേ ഉള്ളൂ, ഒരൊറ്റ നമ്പർ അല്ലേ ഉള്ളൂ, ഒരൊറ്റ അക്കമല്ലേ ഉള്ളൂ. 5 എന്ന് പറഞ്ഞ ഒരൊറ്റ അക്കമേ ഉള്ളൂ. അപ്പൊ താഴെ ഒരു 0 കൊടുക്കുക. ഓക്കെ, നോക്ക്, സംഖ്യ ഇതാണ്. ഇതിന്റെ ഭിന്നരൂപം എങ്ങനെ എഴുതുന്നത്? 3.56. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സംഖ്യ അതേ കൂട്ട് എഴുതുക, 386. പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് എത്ര അക്കം ഉണ്ടെന്ന് നോക്കണം. 1 2. അപ്പൊ 1 എഴുതിയിട്ട് 2 0 കൊടുക്കണം. ഓക്കെ,
അപ്പൊ നമുക്ക് ഇതിനെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. ഇത് അതേ കൂട്ട് എഴുതുക. 5, 8, 7, 5 ബൈ പോയിന്റ് കഴിഞ്ഞ എത്ര അക്കമുണ്ട്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. അപ്പൊ 1 എഴുതി 3 സീറോസ് കൊടുക്കുക. ഓക്കെ. ഇനി നിങ്ങൾ നോക്കും, മുകളിലും താഴെയും നമുക്ക് 5 വെച്ച് ഹരിക്കാൻ പറ്റും. 5875 നമ്മൾ 5 വെച്ച് ഹരിച്ചാൽ എത്ര കിട്ടും? നോക്ക്. 1, 5, 25 ഇങ്ങനെ കിട്ടും. ഓക്കെ. ബൈ ഇതിനെയോ 10നകത്ത് 2, 2, 0. ഓക്കെ. ഈ രണ്ടിടത്തും വീണ്ടും 5 വെച്ച് ഹരിക്കുക. ഓക്കെ. സമം. ഓക്കെ. അപ്പൊ ഏതോ ഒരു രണ്ടക്ക സംഖ്യയെ വീണ്ടും ഒരു രണ്ടക്ക സംഖ്യ വെച്ച് ഹരിച്ചു. 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ വെച്ചല്ലേ ഹരിച്ച്. ഇവിടെ ഡിനോമിനേറ്റർ നോക്ക്, 2 ഡിജിറ്റ് നമ്പർ. പക്ഷെ ന്യൂമറേറ്ററോ അതെന്താണ്? അത് 3 ഡിജിറ്റാ. അപ്പൊ ഇതല്ല. അപ്പൊ വീണ്ടും ചെറുതാക്കുക. വീണ്ടും മുകളിലും താഴെ 5 വെച്ച്. ഇവിടെ ഇപ്പൊ ഞാൻ 5 വെച്ച് ഹരിക്കാൻ 5 വെച്ച് ഹരിക്കാൻ പറ്റുന്നോണ്ടാ. ഏത് സംഖ്യ ചിലപ്പോ 2 വെച്ചിട്ടാ പറ്റുന്നെങ്കിൽ 2 വെച്ചിട്ട് ചെയ്യുക. ഓക്കെ. ഇവിടെ മുകളിലും താഴെയും വീണ്ടും 5 വെച്ച് ഹരിച്ചു. (47/8). ഓക്കെ. അപ്പൊ നോക്ക്, ഇപ്പൊ ന്യൂമറേറ്റർ അംശം 2 ഡിജിറ്റ് രണ്ടക്ക സംഖ്യയായി. പക്ഷെ ഛേദം എന്തായി? ഒരക്ക സംഖ്യയായി പോയി. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഇതിനെ ചെറുതാക്കിയാൽ നമുക്ക് വീണ്ടും ഡിജിറ്റ്സ് കുറഞ്ഞേ വരൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ അടുത്ത നമ്പർ വെച്ചൊന്ന് ഗുണിച്ചു നോക്കുക. ഓക്കെ. നോക്ക്, 47നെ നമ്മള് 2 വെച്ചൊന്ന് ഗുണിക്കുക. എത്രയാ നോക്ക്? 94. 47നെ 2 വെച്ച് ഗുണിച്ചപ്പോ 94. ഈ 8നെ 2 വെച്ചൊന്ന് ഗുണിച്ചു നോക്കിയേ. മുകളിലും താഴെ ഒരേ കൂട്ട് ചെയ്യണം. 8നെ 2 വെച്ച് ഗുണിച്ച 16. അപ്പൊ നോക്ക്, ഇതും 2 ഡിജിറ്റ്, ഇതും 2 ഡിജിറ്റ്. ഓക്കെ. അപ്പൊ ഒരു 2 ഡിജിറ്റിനെ വേറൊരു 2 ഡിജിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ സമം, ഈക്വൽ, 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 ഇത് കിട്ടി. അപ്പൊ ഇതാണ് 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ ചിലവർക്ക് തോന്നാം, ഇവിടെ എന്താ ഞാൻ 2 എടുത്തത് 3 എടുത്തുകൂടെയെന്ന്. നമുക്ക് നോക്കാം. 47നെ 3 വെച്ചൊന്ന് ഗുണിച്ച് നോക്കിയേ. 21, 2, 12, 14. കണ്ടോ? ഇതിപ്പോ 2 ഡിജിറ്റ് ആണോ? 3 ഡിജിറ്റായി മാറി. അതുകൊണ്ട് തന്നെയാണ് 2 ഡിജിറ്റ് നോക്കിയത്. ഓക്കെ. അത് നിങ്ങൾ ഗുണിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഡിജിറ്റ് വരണം വരെ ചെയ്യുക. നമ്മൾ അങ്ങനെ ചെയ്ത് ഇവിടെ വന്നപ്പോ ദാ ഡിനോമിനേറ്റർ 1 ഡിജിറ്റ് ആയിപ്പോയി. 1 ഡിജിറ്റ് ആയിപ്പോയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 2 ഡിജിറ്റ് ആക്കിയത്. ഇതെല്ലാം ഈക്വൽ ആണ്. കാരണം എന്താ? ഏത് പ്രോപ്പർട്ടി ഇവിടെ വരുന്നത്? ഈക്വൽ ഫ്രാക്ഷൻ, തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യകളാണ്. കാരണം അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ വെച്ച് ഹരിച്ചു. ഇവിടെ എല്ലാം ഒരേ സംഖ്യ. ഗുണിച്ചപ്പോഴോ ഒരേ സംഖ്യ വെച്ച് തന്നെ ഗുണിച്ചു. അപ്പൊ ഇതിനൊന്നും വിലയ്ക്ക് വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ 94/16 എന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണെന്ന്. സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഹരിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ.